ആരുകൊണ്ടുവന്ന ആശയാണ്? നിങ്ങളുടെ മനസ്സിൽ ആ പേര് വന്നു. ഞാൻ പറഞ്ഞു ചില വാക്കുകൾ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരോട് ഓർമ്മയിൽ വരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കഴിവ് എന്താണ്, എന്റെ പോരായ്മ എന്താണ്, എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പാർട്ട് 1 അല്ലെ ഒരു 10ഓളം ചോദ്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ വിശദമായിട്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇപ്പോൾ ഒരു സൈക്കോളജിയുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം LPP എക്സാമിൽ. അപ്പോൾ 10 ചോദ്യങ്ങളാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടതെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഈ പാർട്ട് 2 നിങ്ങൾ കാണാൻ പോകുന്നത്. സോ പെട്ടി തുറന്നു വിട്ടിട്ടുണ്ട്. ആ പെട്ടിക്ക് ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, തുടർച്ചയായിട്ട് ഇത് കണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചോദ്യപ്പെട്ടി തുറന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ LPUPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഇന്റർവ്യൂ ഒന്നും ആവശ്യമില്ല. രണ്ടാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. അപ്പൊ കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇപ്പൊ ജനറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓപ്ഷൻ വായിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. മോസ്റ്റ് സ്യൂട്ടബിൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. നിങ്ങൾക്കറിയാം ഇതിവിടെ ഉത്തരമായിട്ട് വരാൻ പോകുന്നത് വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുക. വ്യക്തി വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ആ ഒരു പഠന രീതി അവലംബിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ C ആണ് അവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അല്ലെ. ഒരു സ്കൂളിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും തെറ്റില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, LPUPയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നാണ്. ഇവയെല്ലാം ഇത്തരത്തിൽ പാഠം കിട്ടാനായിട്ട് അല്ലെ. ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, സ്കൂൾ പാർലമെന്റ്, SPC ഒക്കെ അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ NSS, NCC ഒക്കെ അത്തരത്തിൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ചോദ്യം, സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏതാശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്രിയകളാണ്? സ്കീമ, അഭിപ്രേരണ, മസ്തിഷ്ക ബിംബലേഖനം, ഓർമ്മ. വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കീമ ആര് കൊണ്ടുവന്ന ആശയമാണ്? നിങ്ങളുടെ മനസ്സിൽ ആ പേര് വന്നു. ഞാൻ പറഞ്ഞു ചില വാക്കുകൾ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ പേരോട് ഓർമ്മയിൽ വരണം എന്ന് പറഞ്ഞു. കിട്ടിയിട്ടില്ലെങ്കിൽ പോയി കണ്ടുപിടിക്കണം. അതൊരു ടാസ്ക് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്കീമ എന്ന് പറയുന്ന ആശയം, അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെ പറയുന്ന 2 വാക്കുകളായിരുന്നു ഈ പറയുന്ന സ്വാംശീകരണ സംസ്ഥാപനം മനഃശാസ്ത്രത്തിലെ ആശയങ്ങൾ സ്കീമയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. തിയറി പഠിക്കുന്ന ഭാഗത്ത് നിങ്ങൾ സിലബസിനനുസരിച്ച് പഠിച്ചു പോകുന്ന ഭാഗത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ആ ആശയം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാം. വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളാണ് പിയാഷെ സംയോജനം എന്നും അനുരൂപീകരണം എന്നും വിളിക്കുന്നത്. അപ്പോൾ സ്കീമ എന്ന് പറയുന്ന, അതായത് അറിവിന്റെ ഒരു ബോഡി, നോളജ് ബോഡിനെയാണ് അല്ലെ, ഏറ്റവും ബേസിക് യൂണിറ്റിനെയൊക്കെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. പുതിയതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറിവിനെ നമ്മൾ മനസ്സുകളിൽ സ്കീമ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് സൂക്ഷിക്കുന്നു എന്നൊരു വേർഡ് വെച്ചിട്ട് പിയാഷെ നമുക്ക് പറഞ്ഞു തന്നാ. പിയാഷെ പേര് മറക്കരുത്, അദ്ദേഹത്തിന്റെ തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഓർഗനൈസേഷനും അഡാപ്റ്റേഷനുമാണ്. ഇനി ഇതിനകത്ത് തന്നെ സംയോജനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആശയമാണ്. അപ്പൊ അവിടെ വരുമ്പോൾ സ്കീമയെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയേ. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള ഈ വൈജ്ഞാനിക ഘടനയോട് പുതിയ കാര്യങ്ങൾ നിരന്തരമായി കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ വിളിക്കുന്ന പേര് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനിയും പ്രതീക്ഷിക്കാം. അതിന്റെ ഉത്തരം സ്കീമയാണ്. അതങ്ങനെ തന്നെ ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ആശയമാണ്. നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർക്കപ്പെടുന്നു. അപ്പം ബേസിക് ആയിട്ടുള്ള അറിവിന്റെ ഘടകങ്ങളെ, ആ ഒരു സംഭവത്തെ സ്കീമയായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പെടാത്ത പുതിയൊരു സാധനം വരുമ്പോൾ ഇതിലേക്ക് അത് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. അപ്പൊ എന്താണ് അഡാപ്റ്റേഷൻ അഥവാ
അനുരൂപീകരണം. പുറം ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ആ എൻവയോൺമെന്റുമായിട്ട് ഇടപെട്ടുകൊണ്ടൊക്കെ സ്കീമകളെ നിർമ്മിച്ചെടുക്കുന്ന അറിവിന്റെ എന്താ സ്കീമാന്ന് ഒരിക്കൽ കൂടി നോക്കിക്കേ. എന്താ നിലവിലുള്ള അറിവിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അപ്പൊ അടിസ്ഥാന ഘടകങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സിനെ പിയാഷെ വിളിച്ച പേരാണ് അനുരൂപീകരണം. അനുരൂപീകരണം. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു മാതൃഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് സംയോജനം. അപ്പൊ സ്കീമകളെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കീമകളെ പുനർവിന്യാസം ചെയ്യുന്നു. അതിനകത്തുള്ള സ്കീമുകളിൽ പുതിയ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അതിനൊന്ന് വിശാലമായിട്ടൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. കൂട്ടിച്ചേർക്കലും ആന്തരിക പുനർവിന്യാസം നടത്തുന്നതിന് സംയോജനം എന്ന് പറയുന്നുണ്ട്. സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയെ അനുരൂപീകരണം എന്നും പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 ടേമുകളാണ്. ഇനി അനുരൂപീകരണത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട സ്വാംശീകരണം, അസിമിലേഷൻ, സംസ്ഥാപനം, അക്കോമഡേഷൻ, ഈ 2 വാക്കുകൾ വരുന്നത്. അപ്പൊ സ്കീമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന 2 വാക്കുകളാണ് അനുരൂപീകരണത്തിനകത്ത് വരികയാണ്. ഈ പ്രക്രിയകൾ വഴിയാണ് അനുരൂപീകരണം എന്ന് പറയുന്നത് നടക്കുന്നത്. എന്താ അനുരൂപീകരണം ഒന്നുകൂടി പോയി നോക്കിയേ. അനുരൂപീകരണം എന്ന് പറയുന്നത് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അതിന് 2 പരിപാടിയുണ്ട്, സ്വാംശീകരണവും സംസ്ഥാപനവും. അപ്പോൾ സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന അനുരൂപീകരണം എന്ന പ്രക്രിയ 2 പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അത് സ്വാംശീകരണവും സംസ്ഥാപനവും. എന്താണ് സ്വാംശീകരണം, എന്താണ് സംസ്ഥാപനം എന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ ആദ്യം നിലവിലുള്ള സ്കീമുകൾ ഉപയോഗപ്പെടുത്താനാണ് വ്യക്തി ശ്രമിക്കുക. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിലവിലുള്ള നിങ്ങളുടെ അറിവ് ഉപയോഗിച്ച് അതിനെ വിലയിരുത്താൻ ശ്രമിക്കും. ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് ഒട്ടുമിക്ക സൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് കൊച്ചുകുട്ടി JCB ഉണ്ടല്ലോ, നമ്മുടെ മണ്ണുമാന്തി യന്ത്രം, നമ്മൾ JCB എന്ന് കമ്പനിയുടെ പേരാണ് വിളിക്കാറുള്ളത്, മണ്ണുമാന്തി യന്ത്രം. ഇത് ആദ്യമായിട്ട് കണ്ടൊരു കുട്ടി അത് ഭയങ്കര അത്ഭുതത്തോടു കൂടി അവൻ നോക്കുകയാണ്. എന്നിട്ട് അച്ഛൻ വന്നപ്പോൾ അച്ഛനോട് പറയാ, അച്ഛാ ഞാൻ ആനവണ്ടി കണ്ടു. എങ്ങനെയാ? ഞാൻ ആനവണ്ടി കണ്ടു എന്ന് കുട്ടി പറഞ്ഞു. കുട്ടി ആദ്യമായിട്ടാണ് മണ്ണുമാന്തി യന്ത്രം കാണുന്നത്. കുട്ടി നോക്കിയപ്പോൾ മണ്ണുമാന്തി യന്ത്രം, ഇതിന് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എന്ന് പറയുന്ന ആശയം കുട്ടിയുടെ മനസ്സിലുണ്ട്. ആ വണ്ടി എന്ന് പറയുന്ന നോളജ്, സ്കീമ കുട്ടിയുടെ ഉള്ളിലുണ്ട്. ആനയുടെ തുമ്പിക്കൈ കുട്ടി കണ്ടിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈ എങ്ങനെയാണ്, ആന എന്താണെന്ന് കുട്ടിക്ക് അറിയാം, കുട്ടിയുടെ അറിവിൽ ഓൾറെഡി ഉണ്ട്. കുട്ടി ആദ്യമായിട്ട് ഈ സാധനം കണ്ടപ്പോൾ അവന്റെ മനസ്സിലുള്ള വണ്ടി എന്ന ആശയവും അതേപോലെ തന്നെ തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈ, ആന എന്ന് പറയുന്ന ഒരു ആശയവും അവന്റെ ഉള്ളിൽ വരികയും അവന്റെ ഓൾറെഡി ഉള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവൻ ആ പുതിയ സാധനം, ആ പുതിയ സന്ദർഭത്തെ, ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. ആ സൊല്യൂഷൻ, അതിന്റെ ഉത്തരമായിരുന്നു ആനവണ്ടി. അച്ഛൻ എന്നിട്ട് എന്ത് ചെയ്തു? മോനെ, അത് ആനവണ്ടി അല്ല, അത് മണ്ണുമാന്തി യന്ത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ പുതിയ ഒരു സ്കീമ അവന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു. പിന്നെ അവന് മണ്ണുമാന്തി യന്ത്രം കാണുമ്പോൾ മനസ്സിലാവും ഇത് ആ സാധനമാണ് എന്ന്. അപ്പൊ അതാണ് കൃത്യമായിട്ടൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത്. നമ്മൾ ആ രീതിയിൽ നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിച്ചല്ലോ. അപ്പൊ വേറൊരു ഉദാഹരണം പറഞ്ഞു. ചക്രത്തിലോടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും തള്ളി നീക്കുന്നു. ഈ പ്രക്രിയ സ്വാംശീകരണം എന്ന് വിളിക്കുന്നു. അപ്പൊ കുട്ടിയെ നമ്മൾ ആദ്യം മേടിച്ചു കൊടുക്കുന്ന കാറുകൾ തള്ളി കൊണ്ടുപോകുന്ന, പിന്നീട് ഒരു പുതിയ ചവിട്ടി നീങ്ങുന്ന അല്ലെങ്കിൽ റിമോട്ട് വെച്ച് മാറ്റുന്നതൊക്കെ ആണെങ്കിലും കുട്ടി ആദ്യം കിട്ടുമ്പോൾ തള്ളി നീക്കാൻ നോക്കും. അവന് ദേഷ്യം വരും ആദ്യം, അല്ലെ, ചെയ്തിട്ട് ശരിയാകാതെ വരുമ്പോൾ. അപ്പൊ തള്ളി നീക്കാനേ അവൻ അറിയത്തുള്ളൂ. അത് ഉപയോഗിച്ച് പുതിയൊരു സിറ്റുവേഷനെ നമ്മൾ പരിശ്രമിക്കുകയാണ്, സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ആനവണ്ടി എന്ന് വിളിക്കുന്നത് സ്വാംശീകരണത്തിലൂടെയാണ്. പഴയ അറിവ് വെച്ചിട്ട് പുതിയൊരു സാഹചര്യത്തെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് സ്വാംശീകരണം. അത് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ സ്വാംശീകരണം എന്നും, വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമകൾ പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ സംസ്ഥാപനം എന്ന് പറയുന്നു. പുതിയ സ്കീമ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ നിലവിലുള്ള സ്കീമകളിൽ അറിവ് പുതിയത് കിട്ടുമ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്തു, കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ പരിവർത്തനം നടത്തിയൊക്കെ ഇത്തരത്തിൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന സംസ്ഥാപനം എന്ന് വിളിക്കുകയാണ്. പിയാഷയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലനീകരണത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പൊ സംസ്ഥാപനം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്തു മണ്ണുമാന്തി യന്ത്രമാണെന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു അറിവ് കുട്ടിയിലേക്ക് വന്നു. അത് സംസ്ഥാപനമാണ്. സംശീകരണം എന്താണെന്ന് പറഞ്ഞു, സംസ്ഥാപനം എന്താണെന്ന് പറഞ്ഞു. മണ്ണുമാന്തി യന്ത്രം കണ്ട കുട്ടിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. അത് വെച്ച് ഇതിനെ ഓർത്തിരിക്കണം. ഇത് രണ്ടും എന്തിനുള്ള സന്തുലീകരണം, ഇക്വിലിബ്രിയത്തിനുള്ള മാർഗങ്ങളാണ്. അതായത് പുതിയൊരു പ്രശ്നം കാണുമ്പോൾ, ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പുതിയൊരു സാധനം കാണുമ്പോൾ മനസ്സിൽ ഒരു അസന്തുലിതാവസ്ഥ, ഡിസിക്വിലിബ്രിയം ഉണ്ടാവും. അസന്തുലിതാവസ്ഥ മാറ്റി അതെന്താണെന്ന് അറിയാനുള്ളൊരു ത്വര ഉള്ളിലുണ്ടായിട്ട് അതിനെ ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്നാണ് ആദ്യം ആനവണ്ടി എന്ന് കുട്ടി കണ്ടുപിടിക്കുന്നത്.
അപ്പൊ ഈ സ്വാംശീകരണവും സംസ്ഥാപനവും ഇത്തരത്തിൽ സന്തുലിതീകരണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗമായിട്ടാണ് പിയാഷെ പറഞ്ഞു വെക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഇനിയും ചോദ്യം പ്രതീക്ഷിക്കാം. പിയാഷയുടെ തിയറിയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു കലവറയായിട്ട് കിടക്കുന്നതാണ്. മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോവുക. അതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന LP UP ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ തിയറി പാർട്ട് എല്ലാം വിശദമായിട്ട് പരിശോധിച്ച് പോകുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ഇതിനോട് ചേർന്നുള്ള കണ്ടന്റിന്റെ എക്സ്പ്ലനേഷൻ കൂടി നൽകിക്കൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് സ്പീഡാവും. കാരണം ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ വരും. അപ്പൊ ഇത് ആദ്യം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോകാൻ ശ്രമിക്കുക. അവസാനം 10,000 ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് ഒന്നിച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ 10-200 അല്ലെങ്കിൽ 500 ക്ലാസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്നത്. അതെല്ലാം ഒന്നിച്ച് കാണാൻ പറ്റില്ല. പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത് കേട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും, തർക്കമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ NCF 2005, NCFT 2009, RT Act 2009, TOA 1992. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതയും നൈപുണികളും. ഇത് 4 നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണല്ലേ. ഇതൊക്കെ ഇതിൽ ഉത്തരം ഏതാ? NCF ടീച്ചർ എഡ്യൂക്കേഷൻ 2005 ആണല്ലേ. NCFTE നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 വന്നതാണ്. ഇവിടുത്തെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യത ടീച്ചർ എഡ്യൂക്കേഷൻ TE ഓർത്തിരുന്നാൽ കിട്ടുമല്ലോ. വർഷോട് ഓർത്തിരുന്ന് ചോദിക്കാറുള്ള 2009. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പൊ 2020 പോളിസി വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പുതിയൊരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCERT നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇംപ്ലിമെന്റ് ആകുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അതും വേണമെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യമാണ് എന്നുള്ളത് കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. ഇപ്പൊ നിലവിൽ NCF 2005 ആയിരുന്നു അവസാന ഘട്ടം വരെ നമുക്ക് ഉണ്ടായിരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ല, ആർട്ടിക്കിൾ 21A നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2009 അത് വരുന്നത്. പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ വന്നാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA 1992 എന്നൊക്കെ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ചോദ്യമായിട്ട് പ്രീവിയസ് വന്നിട്ടുണ്ട്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന അതില് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സഹായിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ആന്തരിക വൈയക്തിക ബുദ്ധിയും വ്യക്തിയാന്തര ബുദ്ധിയും തമ്മിൽ മാറിപ്പോകരുത്. ഇത് രണ്ടും അല്ലെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് ആദ്യത്തെ 2 ഓപ്ഷൻസ് മാറിപ്പോകും. അതുകൊണ്ട് ഓർത്തിരിക്കണം. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുമായി ഇടപഴകുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരെ മനസ്സിലാക്കുന്നതിനും അവരോടുള്ള പെരുമാറ്റങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനൊക്കെയുള്ള കഴിവിനെയാണ് വ്യക്തിയാന്തര ബുദ്ധി. മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാനും അവരോട് നല്ല രീതിയിൽ ഇടപഴകാനുമുള്ള കഴിവിനെയാണ് വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത്. അന്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളും കണക്കിലെടുത്ത് പ്രതികരിക്കാൻ കഴിയുക എന്നത് ഈ ഒരു പ്രത്യേകത ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് സാധ്യമാവുന്നതും വ്യക്തിയാന്തര ബുദ്ധിയുള്ള ആൾക്കാർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപഴകാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തിയാന്തര ബുദ്ധിയിൽ വരുന്നതാണ്. ഇനി ഈ വ്യക്തിയാന്തര ബുദ്ധി വികസിക്കാൻ നൽകാവുന്ന പ്രവർത്തനങ്ങൾ, സഹകരണ സഹവർത്തിത പ്രവർത്തനങ്ങൾ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണൽ, പരസ്പര വിലയിരുത്തലൊക്കെ ഇത്തരത്തിൽ ഇതിനെ സഹായിക്കാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇതും ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്താ? ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും വേർഡ്സ് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരുവാനും സ്വന്തം സ്വത്ത് സാക്ഷാത്കാരത്തിന് എത്തുവാനുള്ള കഴിവാണ് ആന്തരിക വൈയക്തിക ബുദ്ധിയിലൂടെ വെളിവാക്കപ്പെടുന്നത്. ഈ സെന്റൻസ് തന്നെയല്ല ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ? ഈ സെന്റൻസ് തന്നെയാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഡീൽഡൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി എടുത്തിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ അത്. തന്റെ മാനസിക പ്രശ്നങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഇവ പരിഹരിക്കാനും സ്വയം വിലയിരുത്തി മെച്ചപ്പെടാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നത് ഈ ഒരു ഘടകത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്റെ കഴിവ് എന്താണ്, എന്റെ പോരായ്മ എന്താണ്, എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ട്? ആന്തരിക വൈയക്തിക ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിൽ നൽകാവുന്ന പ്രവർത്തനങ്ങൾ അങ്ങനത്തെയൊക്കെ ജേണലുകൾ നിർമ്മിക്കൽ, വായനാക്കുറിപ്പുകൾ തയ്യാറാക്കൽ, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, സംവാദങ്ങളിൽ ഏർപ്പെടൽ, ചർച്ചകളിൽ പങ്കെടുക്കലൊക്കെ ഇത്തരത്തിൽ ഇത് വളർത്താൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അടുത്ത 16ാമത്തെ ചോദ്യം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 16ാമത്തെ ചോദ്യം എന്താ?
ഒരാശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വേർഡ് കണ്ട, ഇതും ഇതിനു മുമ്പ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് ഇത് കാണുകയും ചെയ്യും. ഞാൻ ആ വേർഡ് മാർക്ക് ചെയ്തത് ഇനി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണേ. കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ട് ഒരു ആശയത്തിന്റെ വിവിധ തലങ്ങൾ വരുന്നു. ഉദ്ഗ്രഥന പഠന രീതിയാണോ, വിഷയാധിഷ്ഠിത രീതിയാണോ, ചാക്രിക രീതിയാണോ, രേഖീയ രീതിയാണോ? ഏതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ? നിങ്ങൾക്കറിയാം, സ്പൈറൽ രീതി, ചാക്രിക രീതിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ പേര് കൂടി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ചോണം. ചോദിക്കാറുണ്ട് ചാക്രികാരോഹണ രീതിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് നൽകിയത് ആരാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ചാക്രികാരോഹണ രീതി പാഠ്യപദ്ധതിയിൽ ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സർപ്പിള രീതി എന്നുള്ള വേർഡ് വന്നാലും തെറ്റിക്കരുത്. സർപ്പിളോ ഇത് തന്നെയാണ്. ബ്രൂണറാണ് ഇത് നൽകിയത്. ബ്രൂണറാണ് നമുക്ക് ഇത് നൽകിയത്. ഇതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു പഠന രീതിയാണ് ഇത്. നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ അത് കേവലം ആവർത്തനം എന്ന അല്ല, മറിച്ച് മുമ്പ് പഠിച്ച കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആഴത്തിലുള്ള പഠനം, കാഠിന്യം കൂടിക്കൂടി വരികയാണ്, കൂടുതൽ ആഴത്തിലുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ലക്ഷ്യം. ബ്രൂണറാണ് നമുക്കിത് നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും പ്രതീക്ഷിച്ചോ, പ്രീവിയസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കുക? ജ്ഞാനം, ആശയം, അൽഗോരിതം, ബുദ്ധി. അപ്പൊ അതൊന്നൊരു വായിച്ചു നോക്കിയേ. ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? അതിനെയാണ് ആശയം എന്ന് വിളിക്കുന്നത്. കണ്ടോ, അത് ജനറലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡെഫിനിഷൻ പോലെ വന്നിരിക്കുന്നതാണ്, ആശയത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടാവും. ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുന്നില്ല. ദെൻ അടുത്ത, വളരെ സമ്പുഷ്ടമായ അയവുള്ളതുമായിട്ടുള്ളതായിരിക്കും. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഏതിന്റെ കാര്യ? പുരോഗമനപരവും ജനാധിപത്യപരവുമായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ സവിശേഷത. തീർച്ചയായിട്ടും വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടണം. അതോടെ ഓപ്ഷൻ സി ആണ്. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിട്ടുള്ള ഒരു രീതി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഇതൊക്കെ പ്രതീക്ഷിക്കാം. എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. സാമൂഹ്യ സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുന്നതാണോ ഡിസ്ലെക്സിയ? ശാരീരിക ഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾ, കേൾവിക്കും സംസ്കാരത്തിനും ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നം ഏതാ? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതാണ് ഡിസ്ലെക്സിയ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ശരിയായിട്ട് എടുക്കാൻ പറ്റുന്ന ആൻസർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കിനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? ടാലന്റ് ലാബ്, ഹൈടെക് വിദ്യാലയം, BALA, ബാല, TLM. ഇത് നല്ലൊരു ചോദ്യമായിരുന്നു. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം അന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞ് ഇരിക്കുന്നത് നന്നായിരിക്കും. ടാലന്റ് ലാബ്, ഹൈടെക് വിദ്യാലയങ്ങൾ, ബാല, TLM. ടാലന്റ് ലാബ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈടെക് വിദ്യാലയം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ, TLM. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. പക്ഷെ ഇവിടുത്തെ ആൻസർ ഏതായിരുന്നു? ബാലയാണ്. ബാല, BALA. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം, വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം, അതാണ് ബാല, BALA. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് ബാല എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നു. സ്കൂളിന്റെ കെട്ടിടം ഒരു പഠന സഹായിയായി വികസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്താ? ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. അതാണ് ബാലയുടെ ഫുൾ ഫോം. ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. സ്കൂൾ പരിതസ്ഥിതിയിൽ എല്ലാ സമയവും പഠിക്കാനും പഠനം രസകരമാക്കാനും ശിശുകേന്ദ്രീകൃതമാക്കാനും ബാല കുട്ടികളെ അനുവദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ ബേസിക് ഐഡിയ. ചോദ്യമായിട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നടന്ന എക്സാമുകളിൽ വന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നിക്കൽ ടേംസ് പഠിച്ചു വെക്കണം. ഇത്തരത്തിൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് റാങ്ക് മേക്കിംഗ് ആവുകയും ചെയ്യും. ഒരു മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ക്രൂഷ്യൽ ആണ് നമ്മളെ സംബന്ധിച്ച്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണവും അത് തന്നെയാണ്. ആ രീതിയിലേക്ക് പഠനം വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു പാർട്ട് കൂടി അല്ലെങ്കിൽ ഒരു വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ്. ഇത്രയേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ലെങ്ത് കൂടും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശകലനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ എടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഒക്കെ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ക്രിറ്റിസിസംസ്, നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് പുതിയ ക്ലാസ്സിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.